എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? 2 ദിവസം മുമ്പ് നിങ്ങൾ ജംഷഡ്പൂരിൽ എന്താണ് ചെയ്തിരുന്നത്? വാട്ട്? ജംഷഡ്പൂർ? അതെ, ജംഷഡ്പൂർ. നോ മാൻ. പക്ഷേ ഹോട്ടലുകൾ മറ്റൊന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ മിക്ക ദിവസവും റൂമിൻ്റെ പുറത്തുനിന്നാണെന്നല്ലോ കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ റൂമിലേക്ക് പോലും വരാറില്ലെന്ന്. ആ വെയിറ്റ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ അവർ എപ്പോഴും എൻ്റെ റൂമിൻ്റെ കീ ഹോളിലൂടെ നോക്കാറുണ്ട്. ഇവയെല്ലാം തെറ്റാണ്. ചോദിച്ചതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. That's what I am doing, officer. നോക്കൂ മിസ്റ്റർ ഖാദ്രി, അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. എന്നാൽ അതിഥിയുടെ വേഷത്തിൽ ഒരു ശത്രു നമ്മുടെ നാട്ടിൽ കടന്നു കയറിയെന്ന് തോന്നിയാൽ അവനെ കൊന്ന് ഒരു ഉയർന്ന കെട്ടിടത്തിനോ ലോഡ്ജിന് താഴെയിടാനോ കുഴിച്ചിടാനോ ഒരു നിമിഷം പോലും ഞങ്ങൾ മടിക്കില്ല. Good. Go ahead. നിങ്ങൾക്കും അറിയാം, അവനും അറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. I am your guest and you have to answer Government of India and Israel. മിസ്റ്റർ ഖാദ്രി, നിങ്ങളുടെ എല്ലാ ഐഡന്റിഫിക്കേഷൻസും അയക്കാൻ എനിക്ക് സമയമെടുക്കില്ല. It's too much. You know what? I want to speak to my lawyer. First talk to me and then talk to your lawyer. As I expected. ഒരു സിറ്റിസണിന് സേഫ്റ്റിയോ ലോയറോ ലഭിക്കാത്ത സിറ്റി ഒരു ടൂറിസ്റ്റിന് അവ എങ്ങനെ ലഭിക്കും? സിറ്റിയുടെ രീതി സിറ്റിസൺ സിമിലർ ആണ്. ഫോൺ. Hello, sir. But, sir? Okay, sir. May I go now? See you, buddy. Very soon. Excuse me. What happened? Yes, sir. Calm down. ഇതൊന്നും കൊണ്ടാൽ ഒന്നും സംഭവിക്കില്ല. But I know he's our man, sir. Maybe or maybe not. Yes, sir. തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. And you know the consequences. But he's our man. Carry on. ഹലോ, ഞാൻ ഡോക്ടർ ബാനർജിയുടെ കൂടെയാണ്. എനിക്ക് സമയമെടുക്കും, കുറച്ച് കഴിഞ്ഞ് നീ എന്നെ വിളിക്കാം. ഞാൻ വെക്കുക. വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. യെസ് സർ. 7 കമ്പ്യൂട്ടറിന്റെയും ഹാർഡ് ഡിസ്ക് ഞാൻ ചെക്ക് ചെയ്തു. ഹലോ, അതെ. അതിൽ 7 കമ്പ്യൂട്ടറിന്റെയും ഹാർഡ് ഡിസ്ക് ഫോർമറ്റ് ആണ്. ഒരു നിമിഷം. അതെ, പറയൂ. ഒന്നൊഴികെ. അവന്റെ പേര് റോക്കി. അവൻ ജംഷഡ്പൂരിലെ വിക്ടിമാണ്. അത് ഞാൻ കേൾക്കുന്നു. പറയൂ. എന്നിട്ട് റോക്കിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് ഡാറ്റ ഒന്നും കിട്ടിയില്ല. കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നുമില്ല. അതായത് ഞാൻ റോക്കിയുടെ വെബ് ഹിസ്റ്ററി മുഴുവൻ നോക്കി. ശരിക്കും പറയുകയാണെങ്കിൽ അവന് ഇന്റർനെറ്റ് വാർത്തകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൻ ഡിലീറ്റ് ചെയ്തില്ല. കണ്ടെത്തിയവ ഒഴികെയുള്ള പ്രധാന കാര്യങ്ങൾ അവൻ ഡിലീറ്റ് ചെയ്ത് കാണും. ബാക്കിയുള്ള 6 കമ്പ്യൂട്ടറിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ? അതിനുവേണ്ടി 6 ഹാർഡ് ഡിസ്കുകളും റിക്കവർ ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളതിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. Kaushik, any lead? Nothing till now.
ഹാക്കർ. നൗ വി നീഡ് എ വെരി ഗുഡ് ഹാക്കർ വിത്ത് അസ്. ഞാനിവിടെ ഉള്ളപ്പോൾ പുതിയ ഹാക്കറോ? അത് വേണം. ഇന്റർനെറ്റിൽ മെയിൻലി 3 ലേയേഴ്സ് ഉണ്ട്. കോഫി. അതെനിക്കറിയാം. അപ്പോൾ അവ എന്തൊക്കെയാണ്? പ്ലീസ് ഇത് കൗശിക്കിനോട് ചോദിക്കേ. കൗശിക്, പ്രധാനമായും 3 ലെയർ ഉണ്ട് ഇന്റർനെറ്റിൽ. നിനക്ക് മനസ്സിലായോ? ഐ നോ അബൌട്ട് വൺ സർഫേസ് വെബ്. സർഫേസ് വെബ്, ഡീപ്പ് വെബ് ആൻഡ് ഡാർക്ക് വെബ്. സാധാരണ ജനങ്ങൾ കാണാൻ കഴിയുന്ന ലൈറ്റ് വെബാണ് സർഫേസ് വെബ്. ശരിയാണ്. സോ അപ്പോൾ എന്താണ് ഡീപ് വെബ്? ശരിക്കും ഡീപ്പ് വെബിൽ ഗവൺമെന്റ് പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ റിസോഴ്സസ് ഇതൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് ഡാർക്ക് വെബ്? അത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ്. എന്നെപ്പോലുള്ള ആളുകളോ? എൻക്രിപ്റ്റ് ചെയ്ത എല്ലാ ഡാറ്റയും, ഇല്ലീഗൽ പോണ്ട്, ഇതെല്ലാം അതിൽ മറിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ആൻഡ് വിക്കി അയച്ചു തന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലായത് കൊലപാതകങ്ങളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്ന 7 പേരും ഏതെങ്കിലും രീതിയിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഹാക്കർമാർ മാത്രമായിരുന്നു ലക്ഷ്യം അല്ലേ? അല്ലെങ്കിൽ കൾപ്രിറ്റ്സ്. വിക്കി, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റാർട്ട് ട്രാക്കിംഗ് ഓൾ ഹാക്കേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് വെസ്റ്റ് ബംഗാൾ. ആൻഡ് കൗശിക്, നിങ്ങളുടെ ഏജന്റ്മാരോട് ഉടനെ ആക്റ്റീവ് ആകാൻ പറ. അതുകൂടാതെ ഇൻ ആൻഡ് അറൌണ്ട് വെസ്റ്റ് ബംഗാളിലുള്ള എല്ലാ ഹാക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്ത് തരണം. ഓക്കെ. ഹലോ സർ, ഇപ്പോൾ എവിടെയാ? കൊൽക്കത്തയിൽ. ഞാൻ നിനക്ക് പുതിയ മെഡിസിൻ കോമ്പോസിഷൻ അയക്കുന്നുണ്ട്, അതൊന്ന് നീ നോക്ക്. മനസ്സിലായി. അതെനിക്ക് എത്രയും പെട്ടെന്ന് അയച്ചു വിടുന്നു. ഓക്കെ. വിക്കി, നീ രാജുവിന് ഇമീഡിയറ്റ്ലി ഷുഹൈബ് ഖാദറിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്ക്. ഓക്കെ. ഹലോ. ആ, സെൻഡ് ചെയ്യൂ. എനിക്കിപ്പോൾ ഒരാൾ ഒരു ഇൻഫർമേഷൻ തന്നു. കൊൽക്കത്തയിൽ അധികം ഹാക്കർമാരില്ലെന്ന്. എന്നാൽ കലിംപോങ്ങിൽ ഒരു ആൺകുട്ടിയുണ്ട്. അവൻ എനിക്ക് ഡീറ്റെയിൽസ് അയക്കാമെന്ന് പറഞ്ഞു. Hello? Yes, boss. Yeah, I will try. Yeah, definitely, I will try, boss. I am trying my level best, sir. Yeah. Okay. Yeah. Goodbye. കാലിംപോങ്ങിലെ ചെക്കൻ റെമോ, 22 വയസ്സ്. 11 വയസ്സ് മുതൽ അവൻ ഒരു സ്വയം ഹാക്കറാണെന്ന് കരുതുന്നു. അവൻ്റെ കൂടെ 2 ആൺകുട്ടികളുണ്ട്. സിലിഗുരിയിലെ തോമോയ്സൻ, ഒപ്പം കാലിംപോങ്ങിലെ ഡോർജി താമങ്. ATM മുതൽ ബാങ്ക് വരെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഈ പയ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഐ മീൻ, കാലിംപോങ്ങിലെ വെതർ എങ്ങനെയുണ്ട്? കൊടും തണുപ്പാണ്. അവിടെ പോയി ഊഷ്മളത പരുത്തുക. എന്ന് വെച്ചാ ആ സ്വെറ്റേഴ്സ് ആൻഡ് ജാക്കറ്റ്സ് പോകും കരുതുക.